ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ കുറയാണ്. എൻജിനീയർ ആയിരുന്നു, പിന്നെ ടീച്ചറായിരുന്നു, അവിടുന്ന് ഓൺട്രപ്രണറായി. എൻജിനീയർ, ടീച്ചർ, ഓൺട്രപ്രണർ. ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നല്ല ഡിമാൻഡായിരുന്നു ആ നാട്ടിൽ. സെക്കൻഡ് ഇയർ മുതൽ തന്നെ ട്യൂഷൻ, ഹോം ട്യൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ശരിക്കും ലാംഗ്വേജ് അവിടെ ഒരു ബാരിയറായിട്ട് വരുന്നല്ലേ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ട്യൂട്ടർ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് മന്ത്ലി 1 lakh അല്ലെങ്കിൽ 1 lakh എബോവ് ഏൺ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് തന്നെ 40 പേരെ മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ സ്മാർട്ടായിട്ട് ടാക്കിൾ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. സോ ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി കേരളത്തിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സൂപ്പർ ട്യൂട്ടറിൻ്റെ സിഇഒയും അതേപോലെ ബേസ്ഡ് ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആംഗിളിലെ കോ ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ആഷിഖാണ്. സോ ആഷിഖ്, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു. സോ ആഷിഖിൻ്റെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ എൻജിനീയർ ആയിരുന്നു, പിന്നെ ടീച്ചറായിരുന്നു, അവിടുന്ന് ഓൺട്രപ്രണറായി. എൻജിനീയർ, ടീച്ചർ, ഓൺട്രപ്രണർ. ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ തന്നെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജായ CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അവിടെ നിന്നായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നല്ല ഡിമാൻഡായിരുന്നു ആ നാട്ടിൽ ട്യൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഇയർ മുതൽ തന്നെ ട്യൂഷൻ, ഹോം ട്യൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അത് സ്റ്റുഡൻസിനൊക്കെ വീട്ടിൽ പോയിട്ട് ട്യൂഷൻ, ഇൻഡിവിജ്വൽ 1-to-1 ആയിട്ടുള്ള ട്യൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അതൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലാണ് കണ്ടത്. അല്ലാതെ ഇങ്ങനെ ആംഗിൾ പോലെ അല്ലെങ്കിൽ സൂപ്പർ ട്യൂട്ടർ പോലുള്ളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം ആ ഒരു തോട്ടിലൊന്നും ആയിരുന്നില്ല. അന്ന് നമുക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിരുന്നു ട്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് മുതൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു 1-to-1 ആയിട്ടുള്ള ട്യൂഷൻ്റെ ഒരു ഇമ്പാക്റ്റും അത് എത്രത്തോളം സ്റ്റുഡൻസിൽ അക്കാഡമിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതും അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ്, കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആംഗിൾ എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ സൂപ്പർ ട്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമ്മൾ AI പ്ലാറ്റ്ഫോം, നമ്മൾ തന്നെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലേണിങ്ങും ടീച്ചിങ്ങും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം, AI ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്തു. ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്തതല്ല, അങ്ങനെ ഒരു ആക്സിഡൻ്റലി അങ്ങനെ നടന്നു പോയതാണ്. കാരണം പക്ഷേ അതിനെല്ലാം തുടക്കം നമ്മൾ ആ ഒരു എഞ്ചിനീയറിംഗ് സമയം തന്നെ ആയിരുന്നു. അവിടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതും പഠിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റും 1-to-1 പേഴ്സണലൈസ്ഡ് ട്യൂട്ടറിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റും അതിൻ്റെ പിന്നെ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് സാധ്യതകളും എല്ലാം മനസ്സിലാക്കി ആ രീതിയിലായിരുന്നു ആ ഒരു ജേണി ഉണ്ടായിരുന്നത്. ഓക്കെ, സോ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ? സോ പലരും ഇതിനൊരു നോബിൾ പ്രൊഫഷനായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ കേരളത്തിൽ ഇപ്പം മാതാപിതാ ഗുരുദേവെന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. സോ നമ്മൾ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ, ടീച്ചേഴ്സിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. അവിടെ നമ്മളിപ്പോൾ ഈ ഫീൽഡിനെ നമ്മൾ മണിയായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് ആളുകൾക്ക് അത്രത്തോളം ഒരു ദഹിച്ചോളുന്നില്ല. അവിടെ ആഷിഖിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ഇതിനെ മണിയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ? ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ടീച്ചിങ് എന്തൊക്കെ പറഞ്ഞാലും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷനാണ് അല്ലേ? ഇപ്പോൾ ഡോക്ടർ പോലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോലെ ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചിങ് അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എന്താ പറയുക, പലരും അങ്ങനെ കാണുന്നില്ല, അതിനെ വലിയൊരു സ്ഥാനത്തേക്ക് പോയി. പക്ഷേ എല്ലാവരും നിങ്ങൾ ആലോചിക്കണം, അപ്പോൾ ഡിഗ്രി, PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഒരുപാട് വർഷം പഠിച്ചിട്ടാണ് പലരും ടീച്ചറാവുന്നത്. ഈ ടീച്ചേഴ്സ് ആവുന്നത് അവർ അൾട്ടിമേറ്റ്ലി എല്ലാവരും എന്തിനാണ് ചെയ്യുന്നത്? ഒരു നല്ല രീതിയിലൊരു പൈസ ഏൺ ചെയ്യണം, നല്ലൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഞാനത് എപ്പോഴും ഇതിനൊരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ട്യൂട്ടറിലെ ടീച്ചേഴ്സിലോ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് ടീച്ചിങ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നോബിളായിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് വേണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതൊരു പ്രൊഫഷനാണ്. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതൊരു ജോബ് തന്നെയാണ്. ഫൈനലി ഒരു ജോബ് തന്നെയാണ്. സോ അതിനൊരു പ്രൊഫഷനായിട്ട് കാണണം, ഒരു പ്രൊഫഷണലായിട്ട് കാണണം. എങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഒരു പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് ടീച്ചിങ് അപ്സ്കില്ലിംഗ് സെൻറ്ററുകൾ ഇപ്പോൾ കോഴ്സസ് ഉണ്ട്, BEd ഉണ്ട്, TTC, DLEd, ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ സൈഡ് പഠിപ്പിക്കുന്നല്ലാതെ ഇതിനെ എങ്ങനെ ഒരു ഏണിങ് സൈഡിലേക്ക് എങ്ങനെ ഈ ഒരു പ്രൊഫഷന് നല്ല രീതിയിൽ ഏൺ ചെയ്യാം, നല്ല സാലറി എങ്ങനെ ഏൺ ചെയ്യാം, നല്ല റവന്യൂ എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള സൈഡ് ആരും പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ട്യൂട്ടർ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് മന്ത്ലി 1 lakh അല്ലെങ്കിൽ 1 lakh എബോവ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സൈഡ് നമ്മുടെ ഇവിടെ മിസ്സിംഗ് ആണ്. ഇതിന് നേരത്തെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു നോബിൾ പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡ് കാര്യങ്ങൾ പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് എല്ലാവരും എന്താ പറയുക ഒരു ഹൈപ്പ് ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല ടീച്ചേഴ്സിനും അറിയില്ല ഇതിനെ എങ്ങനെ
മന്ത്ലി 1 lakh അല്ലെങ്കിൽ 1 lakh എബോവ് ഏൺ ചെയ്യുന്ന ഒരു കരിയറാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളത് പലർക്കും അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ശരിക്കും ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ ഈ ഓൺലൈൻ ടീച്ചിങ്ങിലൂടെ? ഇപ്പോൾ ആഷിഖ് പറഞ്ഞു 1 lakh സമ്പാദിക്കാം. ശരിക്കും അത്ര തന്നെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ ഇതിൽ? ഒരുപാട് പേര് അങ്ങനെ സമ്പാദിക്കുന്നുണ്ട്. കാരണം അതിനൊരു കറക്റ്റ് ഒരു റൂട്ട് മാപ്പിലൂടെ പോകണം. കാരണം പലർക്കും ഇപ്പോഴും ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയില്ല. കാരണം ഈ ഒരു ഫീൽഡ്, ഈ ഓൺലൈൻ ടീച്ചിങ് എന്നുള്ള കരിയർ വന്നിട്ട് ഒരുപാട് കാലമായെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇതെല്ലാവരും അറിയാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അതായത് ഒരു 5-6 വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു കരിയറിനെ കുറിച്ച് എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കോളേജുകളിലോ സ്കൂളുകളിലോ എവിടെയും എങ്ങനെ നല്ലൊരു ഓൺലൈൻ ടീച്ചർ ആവണം എന്നുള്ളതിൻ്റെ ഒരു കരിയർ റോഡ് മാപ്പ് നമ്മൾ ആർക്കും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ എല്ലാവരും നമ്മൾ ചെറുപ്പം മുതലേ നമുക്കറിയാം അല്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതണം, പിന്നെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ ആവണം, അത് കഴിഞ്ഞിട്ട് പിന്നെ PG എടുക്കണം. കറക്റ്റ് ഒരു റോഡ് മാപ്പ് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രൊഫഷനാണ്. അതിനെക്കുറിച്ച് ടീച്ചേഴ്സിനും നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും കറക്റ്റ് ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 വർഷമായിട്ടുള്ളൂ ഓൺലൈൻ ടീച്ചിങ്ങിൽ ഈ ഒരു ബൂം ഉണ്ടായിട്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ ടീച്ചർ കരിയറിൽ കറക്റ്റ് റോഡ് മാപ്പ് കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സിനോ ആർക്കും അങ്ങനെ പറ്റാറില്ല. അതുകൊണ്ട് പലരും ആ ഒരു കരിയറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ഏണിംഗ് കരിയറാക്കി ഇതിനെ മാറ്റാൻ പലർക്കും പറ്റാറില്ല. കറക്റ്റ് ഒരു റോഡ് മാപ്പിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓൺലൈനിലുണ്ട്. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർട്ടൂട്ടിൽ പഠിച്ച ഒരുപാട് പേര് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് പഠിപ്പിച്ചിട്ട് 50,000 മുതൽ 1 lakh വരെ ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഇൻ്റർനാഷണലി പിന്നെ US, UK അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് ഇവിടെ ഏൺ ചെയ്യുന്ന, ഇവിടെ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിട്ട് ഏൺ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും മെൻറ്റർഷിപ്പും ഇവർക്ക് വേണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ആ കരിയറിൽ മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പം നമ്മളിപ്പോൾ ആഷിക്ക് പറഞ്ഞു ഇപ്പോൾ US UK അതുപോലെ ഗൾഫ് കൺട്രീസ് ഓസ്ട്രേലിയയിലൊക്കെ പഠിപ്പിച്ച് ഇത്രയും സാലറി ഉണ്ടാക്കുന്നുള്ളത്. ശരിക്കും നമ്മളിപ്പോൾ പുറത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയർ വിടുന്നില്ല അവിടെ. ഇപ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ അത്രത്തോളം ഒരു ഡീപ്പ് നോളജ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എല്ലാ ടീച്ചേഴ്സിനും. അപ്പോൾ ശരിക്കും ലാംഗ്വേജ് അവിടെ ഒരു ബാരിയറായിട്ട് വരുന്നില്ലേ? ലാംഗ്വേജ് ബാരിയറാണ്, പക്ഷേ അതിനെ സ്മാർട്ടായിട്ട് ടാക്കിൾ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവർക്ക്, ഓൾറെഡി ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയുന്നവർക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇനി ഇൻ കേസ് ഇപ്പോൾ ഒരു ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ അവിടെ സ്മാർട്ടായിട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാറ്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാം, കേരളത്തിന് പുറത്തുള്ള മലയാളി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം, ഇന്ത്യക്ക് പുറത്തുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാളികളുള്ളത് ഗൾഫ് കൺട്രീസിലാണ്, ഗൾഫ് കൺട്രീസിലുള്ള മലയാളി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം, US UK മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, അവരെ പഠിപ്പിക്കാം. പക്ഷേ പാരലലി നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, കാരണം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓപ്പൺ ആവും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഡബിൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സോ അത് പിന്നെ പെട്ടെന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു റോഡ് മാപ്പ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മലയാളി സ്റ്റുഡൻസിനെ, കേരളത്തിലും എബ്രോഡുള്ള മലയാളി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പാരലലി ഒരു 6 month കൊണ്ടോ 1 year കൊണ്ടോ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഇംഗ്ലീഷും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ടാപ്പ് ചെയ്യുക. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കേരളത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രോയിങ് സ്റ്റാർസ്, കേരളത്തിലുള്ള വേറൊരു പ്ലാറ്റ്ഫോമാണ് ജയാസ് അക്കാദമി. ഇവരൊക്കെ ട്യൂഷൻ കൊടുക്കുന്നത് US UK കാനഡ ഓസ്ട്രേലിയ ആ കൺട്രീസിലുള്ള സ്റ്റുഡൻസിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അൺലോക്ക് ആവും ഇംഗ്ലീഷും കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മളല്ല, ഇതൊരു പിന്നെ എന്താ പറയുക, അവിടെ ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതൊരു തടസ്സമല്ല. സ്റ്റാർട്ടിങ് നമുക്ക് മലയാളി സ്റ്റുഡൻസിന് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ. അപ്പോൾ അതൊരു പിന്നെ എന്താ പറയുക, ഒരു ബ്ലോക്കായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 1 lakh അല്ലെങ്കിൽ 1 lakh എബോവ് ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും കൂടി നിങ്ങൾ ഫ്ലുവൻ്റായിട്ട്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്ലുവൻ്റ് ആവുക എന്നുള്ളതല്ല. നമ്മൾ അപ്പോൾ മാത്സ് എടുക്കുന്ന ഒരു ടീച്ചറാണ്, ഇംഗ്ലീഷിൽ മാത്സ് എടുക്കാൻ അറിയണം. ഓൾറെഡി ഇപ്പോൾ മാത്സിലെ ആ ടീച്ചർ പഠിപ്പിക്കുന്ന ടേംസ് കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ പഠിപ്പിക്കുന്നതും നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അതൊരു എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 months കൊണ്ട് മാക്സിമം 1 year കൊണ്ട് ഏതൊരാൾക്കും ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നമ്മളൊരു വീട്ടിലൊരു 4 to 5 hours വർക്ക് ചെയ്ത് മന്ത്ലി 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ആഷിക്ക് പറയുന്നത് അല്ലേ? അതെ. നമ്മളൊരു കോർപ്പറേറ്റ് ലെവലായിട്ടുള്ള സാലറി ഏൺ ചെയ്യാൻ പറ്റും തന്നെയാണ് പറയുന്നത്. അതെ. അത് ഏൺ ചെയ്യാൻ പറ്റുന്ന, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു വ്യക്തമായൊരു പ്ലാനിങ് വേണം. ഇപ്പോൾ ഒരു ഒരു ഓൺലൈൻ ട്യൂഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിന് ഒരുപാട് സ്കിൽസ് ആവശ്യമുണ്ട്. ആ സ്കിൽസൊക്കെ ഉള്ള ഒരാൾ ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു 300 അല്ലെങ്കിൽ മാക്സിമം ഒരു അപ് ടു 500 വരെയൊക്കെ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും പെർ ഹവർ. ഓക്കെ, ഹവർലി ആണല്ലോ ഓൺലൈൻ ട്യൂട്ടറിങ് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇൻ്റർനാഷണലി ആണെങ്കിലും എവിടെയാണെങ്കിലും അത് കൊടുക്കുന്നത്. സോ അത് ഓരോ വർഷവും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഹവർലി റേറ്റ് കൂടും. അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ CBSE സിലബസ് പഠിപ്പിക്കുന്ന കുട്ടീൻ്റെ ഹവർലി റേറ്റ് ആയിരിക്കില്ല ICSE, IGCSE, IB സിലബസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെത്. അപ്പോൾ ആ ഹവർലി റേറ്റ് കൂട്ടാൻ ഒരുപാട് സ്ട്രാറ്റജിക്കലി കാര്യങ്ങൾ ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഹവർലി റേറ്റ് കൂടാം. അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഹയർ സിലബസ് CBSE അല്ലാതെ ICSE, IGCSE പോലുള്ള സിലബസ് അല്ലെങ്കിൽ ഹയർ ക്ലാസ്സസ് പോകുന്നതിനനുസരിച്ച് നമ്മുടെ പാക്കേജ് കൂടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്താൽ മനസ്സിലാവും. അതായത് സൂപ്പർ പ്രഫ്, പ്രിപ്ലി, അർബൻ പ്രോ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ അറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാത്സ് ടീച്ചറാണ് അല്ലെങ്കിൽ ഫിസിക്സ് ടീച്ചറാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രിപ്ലി, അർബൻ പ്രോ, പിന്നെ സൂപ്പർ പ്രൊഫ് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ സബ്ജക്റ്റും നിങ്ങൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ലൊക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ടീച്ചേഴ്സ് എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. സോ അത് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്യണം. നിങ്ങൾ എത്ര അവേഴ്സാണ് ക്ലാസ് എടുക്കുക, കാരണം ഹവർലി ആണല്ലോ വരുന്നത്. നിങ്ങൾ മന്ത്ലി എത്ര അവേഴ്സായിരിക്കും ക്ലാസ് എടുക്കുക, അതേപോലെ നിങ്ങളുടെ ഏതൊക്കെ സിലബസിന് ക്ലാസ് എടുക്കും, അതിനനുസരിച്ചായിരിക്കും ടോട്ടൽ പേയ്മെൻറ്റ് വരിക. പക്ഷേ അപ് ടു 1 lakh ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ആംഗിളിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 8 years 9th year ആണിത്. 9th year ഒരു 1500+ ടീച്ചേഴ്സ് ആയിട്ട് ഇവിടെ പഠിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പലരും നേരിട്ട് പരിചയമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അവരിൽ പലരും ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പ്ലാറ്റ്ഫോംസിൽ പഠിപ്പിക്കുന്നവരുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് ഈ ഞാൻ പറഞ്ഞൊരു അപ് ടു 1 lakh അല്ലെങ്കിൽ 1 lakh എബോവ് ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഇപ്പം ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ, അല്ലാതെ കോവിഡിന് ശേഷം ഭൂമി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണെന്ന് പറയാം. അപ്പോൾ ഒരുപാട് ആളുകൾ കോവിഡിന് ശേഷം പല ജോലിയിൽ നിന്നും മാറി ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് അല്ലേ? പലരും ഇത് നിർത്തിപ്പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഈ പ്രൊഫഷനിൽ നിന്ന് മാറി പോകണമെന്ന് ചിന്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് എന്താണ്? മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്കിൽ ഗ്യാപ്പാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ PG പഠിക്കുന്ന സമയത്തോ ഇനിയിപ്പോൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളായിട്ടുള്ള TTC, DLED, B.Ed ഇവിടെ എവിടെയും ഒരു ഓൺലൈൻ ക്ലാസ് എങ്ങനെ എടുക്കണം, ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അക്കാഡമിക് സൈഡ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പോഴും ടീച്ചേഴ്സിന് ട്രെയിനിങ് കിട്ടുന്നില്ല. ഒരു കോഴ്സിലും ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും B.Ed ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ടീച്ചേഴ്സിന് കിട്ടാത്തതിൻ്റെ ഒരു വലിയൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. കാരണം പിന്നെ കോവിഡിൻ്റെ സമയത്ത് സംഭവിച്ച വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ AI വരുന്നതിന് മുന്നേ ഇപ്പോൾ 2022-23 സമയങ്ങളിലാണല്ലോ ChatGPT പോലുള്ള AI ടൂൾസ് കാര്യങ്ങളൊക്കെ വന്നത്. സോ അതിന് മുന്നേ കോവിഡ് വന്ന സമയത്ത് ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചറാണ്. എനിക്കിപ്പോൾ നാളെ ഒരു CBSE ഒരു 10th സ്റ്റുഡൻസിന് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ചാപ്റ്റർ പഠിപ്പിക്കണം. സോ എനിക്കതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണം. സോ ഈ AI ടൂൾസൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ആ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണം. ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ 2 ദിവസം സ്പെൻഡ് ചെയ്യണം. കാരണം ആ ചാപ്റ്റർ ഫുള്ള് നോക്കി അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും തിയറംസും ഫോർമുലാസും എഴുതി വെച്ച് അത് പിന്നെ ഒരു ഗൂഗിൾ സ്ലൈഡോ അല്ലെങ്കിൽ പവർ പോയിൻറ്റോ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഡിസൈൻ ആക്കണം. അത് ഇപ്പോൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഡിസൈൻ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. അവസാനം ഡിസൈൻ ചെയ്ത് വന്നത് ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ആവണമെന്നില്ല. സോ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ കോവിഡ് പെട്ടെന്ന് വന്നാണല്ലോ, നമ്മളല്ല അതൊരു അൺഎക്സ്പെക്റ്റഡ്ലി വന്നൊരു കാര്യമാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ആരും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്കൂൾസും ഒന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് പിന്നെ വേറൊരു വലിയൊരു ഇഷ്യൂ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓൺലൈനിൽ ഗ്രൂപ്പായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 40-50 പേരുണ്ടെങ്കിൽ എല്ലാവരും മ്യൂട്ടായിരിക്കും, വീഡിയോ ഓഫ് ആയിരിക്കും, എല്ലാവരും എന്താ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ടീച്ചേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓഫ്ലൈനായിട്ട് തന്നെ 40 പേരെ മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സോ അത് ഓൺലൈനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി. പക്ഷേ ഇതെല്ലാം മാറിയത് ആക്ച്വലി വലിയൊരു
ഷിഫ്റ്റ് വന്നത് നമ്മളെ ടൂൾസും കാര്യങ്ങളും വന്നതിന് ശേഷമാണ്. കാരണം നേരത്തെ ഇപ്പോൾ യദുവിൻ്റെ ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ഓരോ പേര് ഫെയിലായി പോകുന്നത് ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരുപാട് പേര് ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഒരു ഹെക്റ്റിക് ജോബായിട്ട് ഓൺലൈൻ ട്യൂഷൻ എന്നുള്ളത് മാറാൻ തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ വരെ അത്രയും ദിവസങ്ങളും സമയങ്ങളും നമുക്ക് എടുക്കണം. അപ്പോൾ അത് പലരും ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, ആ ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതിന്. അതാണ് ഞാൻ ഏറ്റവും ഒരു മെയിൻ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരു ടൂൾസും കൂടി വന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും എന്താ പറയുക, കറക്റ്റ് പ്രോപ്പർ ട്രെയിനിങ്ങും മെൻറ്റർഷിപ്പും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിട്ട് ഓൺലൈൻ ട്യൂട്ടറിങ് എന്നുള്ളത് മാറി. സോ അത്രയേറെ ടെക്നോളജീൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഈ ഓൺലൈൻ ടീച്ചിങ്ങിലുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു നോർമൽ കോളേജിൽ നിന്ന് ഒരു നോർമൽ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഒരാൾക്ക് ഈ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് അത്ര ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത് ഈ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ? അത്ര ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരാൾക്കും ഈ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടൂൾസ് യൂസ് ചെയ്യണം, ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. സത്യമാണ്, യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലരും പേടിച്ചിട്ട് ഇതിലേക്ക് വരാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ടെക്നിക്കൽ നോളജ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ടൂൾസ് അറിയില്ല. പക്ഷേ ആക്ച്വലി ഇതൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ ബുധനാഴ്ചകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്, എനിക്ക് ടെക്നിക്കൽ നോളജ് ഇല്ല, എനിക്ക് ഈ ഒരു കരിയർ സ്യൂട്ടാവുമോ? അപ്പോൾ ഞാൻ അവിടെയൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ടൂളുകൾ ജസ്റ്റ് അവർക്ക് ടൂളുകളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ടൂളുകളോ അവർക്ക് കാണിച്ചു കൊടുക്കും. എത്രത്തോളം ഈസിയാണ് ആക്ച്വലി. ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ കോവിഡ് തുടങ്ങിയ സമയത്താണെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ക്ലാസ് എടുക്കാൻ ഒരു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് ഡിജിറ്റലി നമുക്ക് എഴുതണമല്ലോ, ഡിജിറ്റലി എഴുതാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ജാംബോർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വൺനോട്ട് പോലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം. സ്റ്റഡി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പവർ പോയിൻറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡോ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം. പിന്നെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കലണ്ടലി പോലെയുള്ള യൂസ് ചെയ്യണം. പിന്നെ എക്സാംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ ഫോട്ടോ എടുത്തിട്ട് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അയച്ചു കൊടുക്കണം, പിന്നെ അവരത് വാല്യുവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൂപ്പർലേൺ എന്ന് പറഞ്ഞ ലേണിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരൊറ്റ പ്ലാറ്റ്ഫോം ടീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ പറഞ്ഞു തന്നൊന്നുമല്ല, ഏതൊരാൾക്കും ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ട്യൂഷനിലേക്ക് വരാൻ പറ്റും. അതൊരു ടെക്നിക്കലി ഒരുപാട് ജാർഗൺസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിലില്ല. ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും അതുപോലെ ടീച്ചിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ അന്ന് പറഞ്ഞല്ലോ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അന്ന്. ഇപ്പോൾ ഗാമ പോലുള്ള ടൂൾ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട്, അത് പഠിക്കാൻ തന്നെ അരമണിക്കൂർ മതി, 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഏതൊരു ടീച്ചർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രസൻറ്റേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നവരാണ് ഡിഗ്രി PGയിലൊക്കെ. അതിൻ്റെ അത്രയൊന്നുമില്ല. ഇത് നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്കിൽസേ ഉള്ളൂ ഇതിൽ. എനിക്കൊരു ഇവിടെ 1-2 ആഡ് ഓൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ സിനിമയൊക്കെ കാണുന്ന ഇപ്പോൾ വാര്യർ പറഞ്ഞ പോലെ ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എയുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം പിന്നെ ഇപ്പോൾ ആമസോണിൽ 17,000 ആളുകളെ ജോലി ലേ ഓഫിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. അതുപോലെ ടീച്ചേഴ്സിനെ ഇത് ബാധിക്കുന്നുണ്ടോ? ടീച്ചിങ് പ്രൊഫഷനെ അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചേഴ്സിനെ ഈ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ആ ജോബിനെ കില്ല് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ ഇത് ബാധിക്കുന്നുണ്ടോ വന്നതിനെ കൊണ്ട് നെഗറ്റീവായിട്ട്? എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് ആദ്യം, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ടീച്ചിങ് ജോബ്സ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നല്ല രീതിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് ഇപ്പോൾ ടീച്ചേഴ്സിനില്ല. അത് വന്നതുകൊണ്ടല്ല. ഞാൻ അതിൻ്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ടീച്ചിങ് ആ ഒരു മേഖലയിലേക്ക് പോകണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഓൺലൈനൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള 3 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുക, അതിന് PSC കിട്ടണം അല്ലേ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂളുകളിൽ പോകുക എന്നുള്ളതാണ്, അതിന് ഡൊണേഷൻ കൊടുക്കണം. അതേപോലെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ പോകുക എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ഗവൺമെൻറ് സ്കൂളുകളിൽ പോകുക എന്നുള്ളത് ഇപ്പോൾ ഇനി അവിടെ കിട്ടുന്നുണ്ട്, ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ കുറയാണ്.
അതുകൊണ്ട് തന്നെ ഇനി PSC അതിൻ്റെ എക്സാംസ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ട്. ഗ്യാപ്പ് കൂടി വരികയാണ്. ഇപ്പോൾ ലാസ്റ്റ് പിന്നെ വിളിച്ച് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സിനൊക്കെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ പിന്നെ ഈ സ്റ്റുഡൻസിൻ്റെ ഗവൺമെൻറ് സ്കൂളുകളിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഓൾറെഡി ഗവൺമെൻറ് സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിൻ്റെ ജോബ് പോകും. പിന്നെ അവർക്ക് ജോബ് കൊടുത്തതിന് ശേഷം ഇനി പുതിയ ഓപ്പണിങ്സും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. സോ അതിന് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അത് കാത്തിരിക്കുക, ഒരു ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. കാരണം ഒരുപാട് വർഷങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷന് പോകും. പിന്നെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്കാണല്ലോ കിട്ടുക. ഒരു 3-4 കൊല്ലമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു എക്സാമിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും അത്രയും വർഷങ്ങൾ വീണ്ടും കാത്തിരിക്കണം. സോ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉചിതമായിട്ടുള്ളൊരു ഡിസിഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പോകുക എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എയ്ഡഡ് സ്കൂളുകളാണ്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെ നമുക്കതിൻ്റെ ഡൊണേഷൻ കൊടുക്കണം. ഡൊണേഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ തന്നെ വേക്കൻസിയും വരണം അല്ലേ. നമുക്ക് ആഗ്രഹിച്ച ഏതെങ്കിലും സ്കൂളുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തേക്കുള്ള അവിടെ വേക്കൻസി വരാൻ നമ്മൾ കാത്തിക്കണം. അതിന് അവിടെയുള്ള ഏതെങ്കിലും ടീച്ചർ റിട്ടയർ ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ 2 ജോബാണെന്നുണ്ടെങ്കിലും പിന്നെ അതിന് ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും ചിലപ്പോൾ കിട്ടുന്നത് നമ്മളിപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ചിലപ്പോൾ എറണാകുളം ജില്ലയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോബ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ, ആ ഒരു മൂവിങ് കാര്യങ്ങൾ അതും വേറെ ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതായത് 8 മണിക്കൂറും 7 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് വളരെ ചെറിയ സാലറിയിലാണ് പ്രൈവറ്റ് സ്കൂളുകളിലെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതായത് ഗവൺമെൻറ് സ്കൂളുകളിലെ ടീച്ചേഴ്സിനേക്കാളും ഭയങ്കര എഫേർട്ട് കൂടുതലാണ്, പക്ഷേ സാലറി ഭയങ്കര കുറവാണ്. സാലറി ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ കുറവുള്ളത് നമുക്ക് അംഗീകരിക്കാം. എല്ലാ ഇൻഡസ്ട്രിയിലും സ്റ്റാർട്ടിങ് സമയത്ത് എല്ലാവർക്കും സാലറി കുറവായിരിക്കും. പക്ഷേ ഈ പ്രൈവറ്റ് സ്കൂളുകളിലെ ടീച്ചേഴ്സിൻ്റെ ഗ്രോത്ത് എത്ര എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവരുടെ ആ സാലറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഈ പ്രൈവറ്റ് സ്കൂളുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും സാലറി കൂടുന്നത്, ആ സാലറി ഇൻക്രീസ് ഉണ്ട് വളരെ കുറവായിരിക്കും. സോ ഇതിപ്പോൾ വന്നതുകൊണ്ടല്ല ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായത്. ഇപ്പോൾ ഓൾറെഡി ട്രഡീഷണലി ഉള്ള ഈ ടീച്ചിങ് ജോബുകളെല്ലാം ഒരു ത്രെട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജോബുകൾ ഇപ്പോൾ ടെക് സൈഡിലാണെങ്കിലും മീഡിയ സൈഡിലാണെങ്കിലും ഒരുപാട് ജോബുകൾ വന്നതിന് ശേഷം പോയിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വന്നതുകൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടായ ഒരു ജോബ് മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ മുതലുള്ള കാര്യങ്ങൾ, എക്സാമിൻ്റെ കാര്യങ്ങൾ, എക്സാം വാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ഇപ്പോൾ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വന്നതിന് ശേഷം ടീച്ചേഴ്സിൻ്റെ ജോബ് ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് 5 കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇപ്പോൾ 1-to-1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ 10-12 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ അത്രയും എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ടീച്ചിങ് ജോബ്സ് പലതും ത്രെട്ടിലാണ്. അത് വന്നതുകൊണ്ടല്ല, പക്ഷേ ഈ വന്നതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ ടീച്ചിങ് എന്നുള്ള പിന്നെ മേഖല ഓൾറെഡി അതൊരു വലിയ രീതിയിലൊരു ബൂം വന്നു കോവിഡിന് ശേഷം. അതിനുശേഷം അത് കുറച്ചും കൂടി ഒരു ബൂമിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ AI റവല്യൂഷനും കൂടി വന്നതിന് ശേഷം. അവിടെ ഞാൻ രണ്ടാമത്തെ ആഡ് ഓൺ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു ടീച്ചറെക്കാട്ടും കൂടുതൽ AI നോളജ് ഉള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെയാണ്. അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് ഈ AI. സോ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേറെ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ വേറൊരു ട്യൂട്ടർ അടുത്തേക്കോ പോകാനുള്ള ചാൻസും അല്ലെങ്കിൽ AI ടൂൾസ് യൂസ് ചെയ്യാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഇപ്പോൾ ഒരു ഫ്രീലാൻസ് ടീച്ചർ ആണെങ്കിൽ റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവരെ നിലനിർത്തി പോകുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതെങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്ന് പോകുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസ് അഡ്വാൻസ്ഡ് ആണ്, അവരെല്ലാ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമും ഇതെല്ലാം വന്നതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ അറ്റൻഷൻ സ്പാനും വളരെ കുറവാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്കിൽ ഗ്യാപ്പിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. കാരണം ഇപ്പോൾ പുതിയ സ്റ്റുഡൻസിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ ടീച്ചിങ്ങിൽ പിന്നെ ഓൺലൈൻ ടീച്ചർ ആവാൻ എന്തൊക്കെ സ്കിൽസ് വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്നുള്ള ചെറിയൊരു സൈഡ് മാത്രമാണ്. അതല്ലാതെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ സൈക്കോളജി കറക്റ്റ് മനസ്സിലാക്കി അവരെങ്ങനെ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റിനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. കാരണം ഓൺലൈനിൽ ക്ലാസ്സസ് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പോൾ നിയർപോഡ് പോലെയുള്ള, അതേപോലെ പിന്നെ ക്യൂസിസ് പോലെയുള്ള ഒരുപാട് സ്റ്റുഡൻസിന് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന ടൂളുകളുണ്ട്. സോ ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ സൈക്കോളജി കറക്റ്റ് മനസ്സിലാക്കി അവരെങ്ങനെയുള്ള ക്ലാസ്സുകളാണോ ആഗ്രഹിക്കുന്നത്, അവരുടെ ക്ലാസ്സസ് ഇപ്പോൾ പല സ്റ്റുഡൻസും പല സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉള്ളവരായിരിക്കും. ഇപ്പോൾ ഈ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ആംഗിൾ
പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള 1-to-1 ട്യൂട്ടറിംഗ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. സോ ആ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ഇവിടെയൊക്കെയാണ് ക്ലാസ് പേഴ്സണലൈസ് ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ ഇത് ചോദിച്ചല്ലോ, എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ എൻഗേജ് ചെയ്തിട്ട് ഇരുത്തുക, സ്റ്റുഡൻസിനെ അങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ ആ സ്റ്റുഡൻറ്റിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാമെന്ന് ചോദിച്ചല്ലോ. അവിടെയൊക്കെ ഈ പേഴ്സണലൈസേഷൻ, ക്ലാസ്സസ് പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളൊരു സ്കില്ലുണ്ട്. ഇതൊന്നും നമുക്ക് എവിടെയും അങ്ങനെ ബി.എഡിനും എവിടെയും കിട്ടാത്തൊരു സ്കില്ലാണ്. അത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി ഓൺലൈൻ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തി അവരുടെ അവരെ എന്തൊക്കെയാണ് അവർ ലാക്ക് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഓൺലൈനായിട്ട് തന്നെ അത് ചെയ്യാനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ആ അസസ്മെൻറ്റ് നടത്താനും അതുപോലെ അസസ്മെൻറ്റ് നടത്തിയിട്ട് അത് എൻഗേജ് ചെയ്യാനും ഒരുപാട് ടൂൾസുകളുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ടീച്ചർക്ക് മാത്രമേ ഈ ഒരു സ്റ്റുഡൻസിനെ റീറ്റെയിൻ ചെയ്യാനും പിന്നെ ഞാൻ നേരത്തെ ഇനീഷ്യലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാലറിയിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിനൊക്കെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. യെസ്. അപ്പം ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ഇത്. പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ടൂൾസ്, അതേപോലെ ടെക്നോളജി, അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചിങ്, ഇതിൻ്റെ ഒരു മിക്സർ, അതായത് ടീച്ചിങ്, അതായത് ടെക്നോളജി പ്ലസ് സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചിങ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ കാണുന്നത്. പലരും ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആഷിക്കിൻ്റെ അതേപോലെ ആഷിക്കിൻ്റെ സ്ഥാപനമായിട്ടുള്ള സൂപ്പർ ട്യൂട്ടറും എങ്ങനെയാണ് ഇതിനെ ഈ ഒരു പ്രോസസ്സിനെ ലഘൂകരിക്കുന്നത്, എങ്ങനെയാണ് ഈ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിനെ? ആക്ച്വലി ഇതൊരു പുറത്തുനിന്ന് ഒരു ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇതായിട്ട് തോന്നാം. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതൊരു സിസ്റ്റമാറ്റിക്കലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ഇതിൽ നമുക്ക് കുറച്ച് പാർട്ടുകളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ കുറച്ച് ടൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്കിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ അക്വയർ ചെയ്യാം. അതിലുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേഴ്സണലൈസേഷൻ, ക്ലാസ്സസ് എങ്ങനെ പേഴ്സണലൈസ് ചെയ്യാം, ഓരോ സ്റ്റുഡൻറ്റും യുണീക്കാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനെ ആ സ്റ്റുഡൻറ്റിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ ജേണി പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ടീച്ചർക്ക് പറ്റണം. അതിൽ നമ്മൾ സൂപ്പർ ട്യൂട്ടറിൽ ചെയ്യുന്നത്, അപ്പോൾ ഏതൊരു ടീച്ചറും വന്നു കഴിഞ്ഞാൽ ഒരു 3 ലെവൽ ഓഫ് രീതിയിലാണ് നമ്മളവിടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടൂൾസും AI ടൂൾസും പഠിപ്പിച്ചിട്ട് ജസ്റ്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓൺലൈനിൽ എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ള കാര്യം ഫസ്റ്റ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കും. രണ്ടാമത്തെ ലെവലിൽ ഈ സ്റ്റുഡൻറ്റിനെ എങ്ങനെ ക്ലാസ്സസ് പേഴ്സണലൈസ് ചെയ്യാം, ആ സ്റ്റുഡൻറ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിലും അതേപോലെ തന്നെ അക്കാഡമിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന രീതിയിലും ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ സൈക്കോളജി സൈഡ്, അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് പേഴ്സണലൈസ് ചെയ്യാനുള്ള ആ ഒരു സൈഡുകൾ, അക്കാഡമിക് സൈഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് അവർ ട്രെയിൻ ചെയ്യുന്നത്. ഫൈനലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റുഡൻറ്റ് റിട്ടൻഷനും പാരൻറ്റ് കമ്മ്യൂണിക്കേഷനും പിന്നെ AI വാല്യുവേഷനും എക്സാംസ് തന്നെ ത്രൂ കണ്ടക്ട് ചെയ്യുന്നതും അവരുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതും അങ്ങനെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ 3rd ലെവൽ. അങ്ങനെ ഒരു 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഇതൊരു തിയററ്റിക്കൽ മാത്രമല്ല, അവർക്ക് മാക്സിമം പ്രാക്ടിക്കൽ പിന്നെ പിയർ ടു പിയറുകളും ഇൻറ്റേൺഷിപ്പുകളും കൊടുത്തിട്ടാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് 2 മന്ത് കൊണ്ട് തന്നെ, 2 മന്താണല്ലോ നമ്മൾ പ്രോഗ്രാം വരുന്നത്, 2 മന്ത് കൊണ്ട് തന്നെ അവരെ ഒരു ഹൈ ഏർണിംഗ് ഓൺലൈൻ ടീച്ചറാക്കാൻ നമുക്കൊരു പ്രോപ്പർ ഒരു എക്സ്പീരിയൻസ് ഉള്ള മെൻറ്ററിൻ്റെ കീഴിലൊരാൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മന്ത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക്, ഈ സ്കിൽസ് എല്ലാം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ജോബ് മാർക്കറ്റിൽ ജോലി അന്വേഷിക്കുകയാണ്. എനിക്കിപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരണമെങ്കിൽ എനിക്കൊരു നല്ല ഓൺലൈൻ ടീച്ചർ എങ്ങനെ ആവാൻ പറ്റും? ലൈക്ക് ആഷിക്കിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണത്? അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു നീഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ യദുപ്പോൾ ഡിഗ്രി മാത്സ് ആണ് കഴിഞ്ഞതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ യദുവിന് മാത്സ് സബ്ജക്റ്റ് എടുക്കാം, അല്ലേ? മാത്സ് ആണ് സബ്ജക്റ്റ്. ആദ്യം നമ്മളെ സബ്ജക്റ്റ് ചെയ്തെടുക്കുന്നുള്ളതാണ് നമ്മളത് ക്ലാരിറ്റി വരുത്തേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റ് എടുക്കുന്നത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ പലരും ഞാൻ കാണാറുണ്ട് പിന്നെ ഡിഗ്രി മാത്സ് BSc മാത്സ് കഴിഞ്ഞവരായിരിക്കും ഒരു മാത്സും സയൻസും എടുക്കുന്നത് കാണാറുണ്ട്. എല്ലാം അങ്ങേക്കും കല്ലെറിയുന്നത്. അതെ. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയും ടീച്ചേഴ്സിനോട് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. കാരണം അതിൽ നമ്മളിങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2-3 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിലും ഒരു ഡീപ്പ് എക്സ്പെർട്ടീസ് ഇല്ലാതെ പോകും. സോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ ഏതൊക്കെ സിലബസ് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പലരും പിന്നെ ഞാനടക്കം നമ്മൾ മെജോറിറ്റി ആൾക്കാരും കേരള സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ പലർക്കും CBSE, ICSE, IGCSE, IB പോലെ സിലബസ് എടുക്കാൻ പേടിയായിരിക്കും. എനിക്കതറിയില്ല. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന മെജോറിറ്റി ടീച്ചേഴ്സ് ഇവരാരും ഈ സിലബസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടല്ല അവരൊന്നും ഇപ്പോൾ ഇത് എടുക്കുന്നത്.
കാരണം ആ സിലബസുകൾ എടുക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ ഉയരണം. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ ഓഡിയൻസ് കൂടുതൽ ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് മെജോറിറ്റി വരും CBSE അല്ലെങ്കിൽ ICSE അല്ലെങ്കിൽ IGCSE അല്ലെങ്കിൽ IB സിലബസുകളായിരിക്കും. സ്റ്റേറ്റ് സിലബസിലുള്ള സ്റ്റുഡൻസ് ഓൺലൈൻ ട്യൂഷൻ പ്രിഫർ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം സ്റ്റേറ്റ് സിലബസിന് ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് ട്യൂഷൻസ് അവൈലബിൾ ആണല്ലോ. നമ്മളെല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെന്റർ. ഓഫ്ലൈൻ സെന്ററിൽ പോയിട്ടുള്ള അപ്പോൾ സ്റ്റേറ്റ് സിലബസ് എപ്പോഴും ഒരു ഓഫ്ലൈൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് മെജോറിറ്റി കേസിൽ ഓൺലൈൻ ചൂസ് ചെയ്യുന്നത് CBSE ICSE IGCSE IB സിലബസുകളായിരിക്കും. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം ടീച്ചർ നോക്കേണ്ടത് ഏതൊക്കെ സിലബസുകൾ എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ല എല്ലാ സിലബസും എടുക്കാൻ റെഡി ആവണം എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാ സിലബസും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഇതെല്ലാം യൂണിവേഴ്സൽ സബ്ജക്റ്റുകളാണ്. അതിലുള്ള ഇക്വേഷൻസും ഫോർമുലാസും തിയറംസും ഒക്കെ എവിടെ പോയാലും സെയിം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ചില ടേംസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. സോ അത് നമ്മളൊന്ന് അത് പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട്. സോ ഏതൊക്കെ സിലബസ് നമ്മൾ പഠിപ്പിക്കുന്നുള്ളതാണ് രണ്ടാമത് നോക്കേണ്ടത്. അതിൽ CBSE എന്തായാലും ചൂസ് ചെയ്യണം. ഇനി IGCSE IB ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ടൈം വേണമെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് മാറ്റി വെക്കാം. പക്ഷേ CBSE എന്നുള്ള സിലബസ് എല്ലാവരും ചൂസ് ചെയ്യണം. പിന്നെ IGCSE IB പോലുള്ള സിലബസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ നമ്മൾ ആദ്യം സബ്ജക്റ്റ് യൂസ് ചെയ്തു, രണ്ടാമത് നമ്മളെ സിലബസ് യൂസ് ചെയ്തു, മൂന്നാമത് എവിടെയൊക്കെയുള്ള സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു മലയാളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ആരെ ഫോക്കസ് ചെയ്യുക, കേരളത്തിലുള്ള സ്റ്റുഡൻസിനെയും കേരളത്തിന് പുറത്തുള്ള മലയാളികളെയും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ ഈ ഗ്ലോബലി എവിടെയുള്ള സ്റ്റുഡൻസിനെയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഗ്ലോബലി ഏത് സ്റ്റുഡൻറ്റിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്തു, സിലബസ് യൂസ് ചെയ്തു, ഏതൊക്കെ ജോഗ്രഫിയിലുള്ള ഏതൊക്കെ കൺട്രീസിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിലുള്ള കുട്ടികളാണെന്നുള്ള നമ്മൾ പഠിപ്പിക്കുന്നത് അതൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. കാരണം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ടീച്ചിങ്ങിന് ഒരുപാട് സ്കിൽസ് ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമുണ്ട്, AI ടൂൾസിനെ കുറിച്ച് അറിയണം, ടെക്നിക്കൽ ടൂൾസ് അറിയണം, ക്ലാസ് പേഴ്സണലൈസ് ചെയ്യാൻ അറിയണം, കണ്ടൻറ് ക്രിയേഷൻ ഓൺലൈനായിട്ട് കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാൻ അറിയണം, പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി പഠിപ്പിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ് അറിയണം. അങ്ങനെ ഒരുപാട് സ്കിൽസ്, ഈ സ്കിൽസ് എല്ലാം നമ്മൾ അക്വയർ ചെയ്യണം. ഇത് അക്വയർ ചെയ്ത് കോൺഫിഡൻ്റ് ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ പിന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ആ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ലാസ് സിലബസ് ഏതൊക്കെ കൺട്രീസിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ആദ്യം തീരുമാനിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള CBSE സ്റ്റുഡൻസിന് മാത്സ് ആണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള CBSEക്ക് മാത്സ് ട്യൂട്ടറിങ് കൊടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ആംഗിൾ അല്ലേ. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്, നിങ്ങൾ ഇൻ്റർനാഷണലി എടുക്കാൻ റെഡിയാണ്, ഫിസിക്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള പ്രിപ്ലി അല്ലെങ്കിൽ സൂപ്പർ പ്രൊഫ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് ഗ്രോയിങ് സ്റ്റാർ, ജയാസ് അക്കാദമി, അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വരും. നമ്മുടെ നീഷ് നമ്മൾ ചൂസ് ചെയ്യുന്നു, നീഷ് ചൂസ് ചെയ്തതിന് ശേഷം ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ടെക്നിക്കൽ സൈഡ് ഉണ്ട്, അക്കാഡമിക് സൈഡ് ഉണ്ട്, അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സൈഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളജ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സബ്ജക്റ്റ് നോളജ് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂസ് ഉണ്ടാകും, അതുപോലെ ഡെമോ ക്ലാസ്സസും എടുക്കുന്നുണ്ട്. സോ ആ ഡെമോ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു ഓൺലൈൻ ഡെമോ ക്ലാസ് എടുക്കാനുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. പിന്നെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒരു ജോബ് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ ഏതൊക്കെ സ്കിൽസാണ് നമുക്ക് ലാക്ക് ചെയ്യുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സബ്ജക്റ്റ് നോളജ് ആണെങ്കിലും എല്ലാ ചാപ്റ്ററും എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടൊന്നുമല്ല ഓൺലൈൻ ട്യൂട്ടറിങ്ങിലേക്ക് ഇറങ്ങുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ജോബ് കിട്ടിയതിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് നോളജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സോ ആഷിഖ് ഇപ്പോൾ അത് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ ഇതിലേക്ക് പറഞ്ഞു തന്നു. ഞാനിപ്പോൾ ഒരു ടീച്ചർ ആവാനുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം ആഷിഖിൻ്റെയും പേഴ്സണലി ആഷിഖിൻ്റെയും അതേപോലെ സൂപ്പർ ട്യൂട്ടറിൻ്റെ ഒരു വിഷൻ എന്താണ് ഇനിയുള്ള, ലൈക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഓക്കെ, വിഷൻ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം കൂടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ നീഷ് ചൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഏതൊരു ഓൺലൈൻ ട്യൂഷനിൽ തന്നെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ഇനീഷ്യലി പറഞ്ഞല്ലോ, ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ് എടുക്കാം, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്, എഡ്ടെക് പ്ലാറ്റ്ഫോംസിൽ പഠിപ്പിക്കാം. അത് ഏതാണ് എന്നുള്ളത് നമുക്ക് ഇനീഷ്യലി തന്നെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും. എന്നാൽ നമുക്ക് ആ ഒരു ഗോളിലേക്ക് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് എത്താം എന്നുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി വിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ സൂപ്പർ ട്യൂട്ടറിൻ്റെ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിലൂടെ, പിന്നെ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. കാരണം നമുക്കൊരു ഫ്ലെക്സിബിൾ ജോബാണ്. കാരണം നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് തന്നെ ഏൺ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഈവൻ നമ്മളൊരു ട്രിപ്പിലാണെങ്കിലും നമുക്കൊരു ലാപ്ടോപ്പും പ്രോപ്പർ ഒരു വൈഫൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോഴും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്കിൽ ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് 2020 ശേഷം ഓൺലൈൻ ടീച്ചിങ് മാർക്കറ്റ് വലിയ രീതിയിലൊരു ബൂം വന്നു. ഈ AI വന്നതിന് ശേഷം ആ ബൂം കുറച്ചും കൂടി ഒന്ന് കൂടി. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ് ഓൺലൈൻ ടീച്ചിങ്ങിൽ നല്ലൊരു കരിയർ ചൂസ് ചെയ്യുക, അതിന് എങ്ങനെ ആ ഒരു കരിയറിലേക്ക് ഒരു 1 ലാഖിൻ്റെ അടുത്ത് എങ്ങനെ എത്താം എന്നുള്ള അതിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് നമ്മുടെ BEd കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകളിലോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സോ ആ ഒരു ഗ്യാപ്പ് കുറക്കുക. അത് ഒരു സൈഡിൽ നമുക്ക് പിന്നെ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഒരു സൈഡിൽ ഈ കരിയർ വലിയ രീതിയിൽ ബൂം ചെയ്യണം. ഒരുപാട് ഓൺലൈൻ ടീച്ചേഴ്സിന് ഇന്ന് ഇന്ത്യക്ക് ലോകത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ആ രണ്ട് നീഡുകൾ മീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സൂപ്പർ ട്യൂട്ടർ നമ്മുടെ ഒരു വിഷൻ വരുന്നത്. എല്ലാ ഗ്രാജുവേറ്റ്സിനെയും ഓൺലൈൻ ടീച്ചിങ്ങിൽ താല്പര്യമുള്ള എല്ലാ ഗ്രാജുവേറ്റ്സിനെയും അവരെ ജസ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ ഒരു ഹൈ ഏണിംഗ് ഓൺലൈൻ ടീച്ചറാക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർ ട്യൂട്ടർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, കോഴ്സസ് നമുക്കുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനെ അവരുടെ ഡ്രീം സാലറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർ ട്യൂട്ടർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ വിഷൻ. ഇതിലിപ്പോൾ വാഷിക്ക് പറഞ്ഞല്ലോ, ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വന്ന ഇതിപ്പോൾ ഞാൻ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വന്ന അതിൽ കൂടുതലിപ്പോൾ സ്ത്രീകളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷം ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഷം കരിയർ ഗ്യാപ്പ് വന്ന ഒരുപാട് പേർക്ക്. സൂപ്പർ ട്യൂട്ടറിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സോഷ്യൽ കോഴ്സാണ്. ലൈക്ക് ഇങ്ങനെ കരിയർ ഗ്യാപ്പ് വന്ന ആളുകളെ അപ്സ്കിൽ ചെയ്ത് അവരെ കുറച്ചുകൂടെ എംപവേർഡ് ആക്കുക എന്നുള്ള ഒരു മോട്ടീവും കൂടെ ഇതിൻ്റെ പറയുന്നത്. കരിയർ ഗ്യാപ്പ് വന്നവരെന്നുള്ളത് മാത്രമല്ല, ഞാനത് കുറച്ചുകൂടി ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എക്കോണമി ബൂം ചെയ്യണമെങ്കിൽ അല്ലേ, അത് സ്ത്രീകളും കൂടി എന്ത് ചെയ്യണം, എല്ലാവർക്കും ജോബ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സോ ഇപ്പോൾ പലരും എസ്പെഷ്യലി പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളാണ് കണ്ടത് പല പേഴ്സണൽ കാര്യങ്ങളുണ്ടും. ഇപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണെന്നില്ല, പല പേഴ്സണൽ കാര്യങ്ങളുണ്ടും പലരും ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞിട്ട് 3 വർഷം 5 വർഷം 10 വർഷമൊക്കെ കരിയർ ഗ്യാപ്പ് വന്നുപോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ സൂപ്പർ ട്യൂട്ടർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരുണ്ട്. കാരണം ആ കരിയർ ഗ്യാപ്പ് വന്നവർക്കൊക്കെ മെയിൻ ഒരു പ്രശ്നം അവർക്ക് പഠിക്കാനത് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, അവർക്ക് ഒരു കോൺഫിഡൻസ് മിസ്സായി പോയിട്ടുണ്ടാവും. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടില്ല, ആ ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ പുതിയ കാലത്തെ ഈ AI ടൂൾസും ടെക്നിക്കൽ ടൂൾസൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനത്തെ ഒരുപാട് കോൺഫിഡൻസ് പ്രശ്നമാണ് ബേസിക്കലി അത്. പക്ഷെ അത് നമുക്ക് ഈ അങ്ങനത്തെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ 60% അങ്ങനെ കരിയർ ഗ്യാപ്പ് വന്ന ആൾക്കാരാണ്. 10 വർഷം 15 വർഷം വരെ കരിയർ ഗ്യാപ്പ് വന്ന ഒരുപാട് പേരുണ്ട്. കരിയർ ഗ്യാപ്പ് വന്നവരുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ ചെറിയ സാലറിക്ക് വർക്ക് ചെയ്തിട്ട് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പിന്നെ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിന് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും, അത് പ്ലാറ്റ്ഫോം സൈഡ് ആയിക്കോട്ടെ, ട്രെയിനിങ് പ്രോഗ്രാം ആയിക്കോട്ടെ, മെൻറ്റർഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള പ്രോഗ്രാംസുമാണ് സൂപ്പർ ട്യൂട്ടർ കൊടുക്കുന്നത്. സോ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു ഇപ്പം ആഷിഖുമായിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള ഇൻട്രാക്റ്റീവും അതേപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസും പോഡ്കാസ്റ്റും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലുള്ള ഒരു എപ്പിസോഡായിട്ട് എല്ലാവരെയും കാണാം. അതുവരെ ബൈ.